കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഗ്രേറ്റർ നിക്കോബാർ പദ്ധതിക്കെതിരെ നിലപാട് ശക്തമാക്കി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദ്വീപ് മേഖലയിൽ നടത്തിയ സന്ദർശനവും അവിടെയുണ്ടാക്കുന്ന പാരിസ്ഥിതിക നഷ്ടവും വ്യക്തമാക്കുന്ന വീഡിയോ രാഹുൽ പുറത്തുവിട്ടു. പ്രദേശത്തെ 1.5 കോടി മരങ്ങൾ പദ്ധതിക്ക് വേണ്ടി വെട്ടിമാറ്റേണ്ടി വരും എന്നാണ് രാഹുൽ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. This is India's treasure, India's asset. I was a bit disturbed that such beauty is going to be destroyed. I was like, more and more people should experience this. I don't think people understand, certainly the government doesn't understand. You're not going to be able to recover this once it's gone. Rest houses come in to the defense of our country. How are they correlated? The other lie that they're telling is that this forest has 145 trees a hectare, which is basically a lie. This forest has 145 trees in a few meters, not a few hectares. The problem is you want to steal 1.5 crore trees, each of which cost 3 lakh rupees, and fund your own little real estate play. That's the problem. So don't give me this nonsense about defense of India. Every single BJP person who's spreading this is trying to protect Mr. Adani and his interests and his link with the Prime Minister of India. Let me repeat it. You want to build the best defense facility. INS Baz has been asking for the last 5 years for expansion. Give them full right of expansion. Allow them to expand as much as they want. There's no need to destroy any rainforest over there. You can give them the best equipment. You can scale their base up as much as we want. We will support you 100%. യെസ്, കേന്ദ്ര പദ്ധതിക്ക് എതിരെ നേരത്തെ തന്നെ രാഹുൽ രംഗത്ത് വന്നതാണ്. ഇപ്പോഴിതാ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ടുള്ള വീഡിയോ ആണ് രാഹുൽ പുറത്തുവിടുകയും ചെയ്യുന്നത്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, എന്ത് വിമർശനമാണിപ്പോൾ രാഹുൽ പുതുതായി ചേർത്ത് വയ്ക്കുന്നത്? കഴിഞ്ഞ മാസമാണ് അദ്ദേഹം നിക്കോബാർ ഐലൻഡിലെത്തി സന്ദർശനം നടത്തുന്നത്. അദ്ദേഹം ഇതിനു മുൻപേ ഡൽഹിയിൽ വെച്ച് ചില പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടും അതുപോലെ തന്നെ ചില ആദിവാസി സമൂഹങ്ങളിലുള്ള പ്രതിനിധികളുമായിട്ടും സംസാരിച്ചിരുന്നു. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരമാണ് താൻ ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡിലെത്തിയതെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. അതായത് ഒരു സ്ഥലം നേരിട്ടെത്തി സന്ദർശിച്ചെങ്കിൽ മാത്രമേ അവിടുത്തെ പ്രശ്നം മനസ്സിലാക്കാൻ സാധിക്കൂ, അതുകൊണ്ട് താൻ അവിടേക്ക് നേരിട്ടെത്തി എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഇതിൻ്റെ ഭാഗമായി ആ ദ്വീപിലെത്തിയ രാഹുൽ ഗാന്ധി അവിടെ സ്കൂബ ഡൈവ് ചെയ്ത് പവിഴപ്പുറ്റുകൾ എല്ലാം നേരിട്ട് കാണുന്നു, അതുപോലെ മത്സ്യസമ്പത്ത് എല്ലാം കാണുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ ദ്വീപ് സമൂഹങ്ങളിലൂടെ അദ്ദേഹം സ്കൂട്ടർ യാത്ര ചെയ്തു, വനമേഖലകൾ സന്ദർശിച്ചു. അങ്ങനെ ദ്വീപിനെ പറ്റി അദ്ദേഹം പറയുന്നത് ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡ് ഇന്ത്യയുടെ നിധിയാണ്, ഇന്ത്യയുടെ സ്വത്താണെന്നാണ്. ഈയൊരു ദ്വീപ് സമൂഹം അത് അദാനിക്ക് വേണ്ടി നരേന്ദ്രമോദി നശിപ്പിച്ച് കളയുകയാണ്. അദാനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പുതിയ തുറമുഖം നിർമ്മിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്യുന്ന
ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട്, അത്തരമൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് ഇതിനോടകം തന്നെ അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്ത്, കേരളത്തിലെ വിഴിഞ്ഞത്ത് പണി കഴിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം സമുദ്രത്തിലധികം വ്യത്യാസമില്ലാതെ തന്നെ വിഴിഞ്ഞത്ത് അത്തരത്തിലൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് നിർമ്മിക്കുമ്പോൾ എന്തിനാണ് ആൻഡമാൻ നിക്കോബാറിൽ സമാനമായിട്ട് മറ്റൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് നിർമ്മിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്. അതുപോലെ കേന്ദ്രം പറയുന്ന മറ്റൊരു വാദത്തെയും രാഹുൽ ഖണ്ഡിക്കുന്നുണ്ട്. അതായത് മേഖലയിലൂടെ കടന്നു പോകുന്ന ചൈനീസ് കപ്പലുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സൈനികപരമായിട്ട് ഇന്ത്യയുടെ ഒരു മേൽക്കൈ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇത്തരത്തിൽ ഗ്രേറ്റർ നിക്കോബാർ പ്രോജക്റ്റ് സംഘടിപ്പിക്കുന്നതെന്നാണ് കേന്ദ്രം പറയുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധി ഖണ്ഡിക്കുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയറിൽ ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ INS ബാസ് എന്ന് പറയുന്ന ഒരു സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ അവരുടെ വികസനത്തിന് വേണ്ടി കൂടുതൽ ഫണ്ട് ചോദിക്കുന്നു. ഇത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ സ്ഥാപിച്ചതാണ് INS ബാസ്. ഇതിൻ്റെ വികസന പ്രവൃത്തികൾക്ക് വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുമുള്ള ഫണ്ട് കൊടുക്കുന്നില്ല. ദേശീയ സുരക്ഷയ്ക്കാണെങ്കിൽ ഈ INS ബാസിന് കൂടുതൽ ഫണ്ട് അനുവദിക്കണം, അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കണം, കൂടുതൽ ഉപകരണങ്ങൾ അവർക്ക് കൊടുക്കണം. ഇത്തരം കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതുപോലെ ഈ ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡിലും മറ്റൊരു സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതായിട്ടും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ കൂടുതൽ കസിനോകളും അതുപോലെ ഹോട്ടലുകളും റിസോർട്ടുകളുമെല്ലാം ഇത്തരമൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി വിഭാവനം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പ്രോജക്റ്റ് അവകാശപ്പെടുന്നത് പോലെ അവിടെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട്, അതുപോലെ ഒരു ഡുവൽ യൂസേജ് എയർപോർട്ട്, അതുപോലെ ഈ സൈനിക സുരക്ഷാ സംവിധാനങ്ങൾ ഇവയെല്ലാം അവിടെ സ്ഥാപിക്കാനാണെങ്കിൽ എന്തിനാണ് കസിനോകളും റിസോർട്ടുകളും ഹോട്ടലുകളും അവിടേക്ക് കൊണ്ടുവരുന്നതെന്ന് രാഹുൽ ഗാന്ധി ചോദ്യമായി ഉന്നയിക്കുന്നു. ഇത് തീർച്ചയായിട്ടും കേന്ദ്രവുമായി അടുത്ത് നിൽക്കുന്ന വ്യവസായികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാരണം അവിടെ ഏതാണ്ട് 161 ചതുരശ്ര കിലോമീറ്ററിന്റെ വനഭൂമിയാണ് നശിച്ചു പോകുന്നത്. ഇത് കാരണം 1 കോടിയിലധികം മരങ്ങൾ അവിടെ നിന്ന് പിഴുതെറിയപ്പെടും എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. കേന്ദ്രത്തിന്റെ ഒരു അവകാശവാദം അനുസരിച്ച് ഏതാണ്ട് ഒരു 7 ലക്ഷത്തിന് താഴെ മരങ്ങൾ മാത്രമാണ് മുറിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ 1 കോടിയിലധികം മരങ്ങൾ ഇത് കാരണം നഷ്ടപ്പെടുമെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. പിന്നെ അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള മറ്റേ ട്രൈബൽസിന്റെ കാര്യം, അവിടെ സംരക്ഷിതമായിട്ടുള്ള ഒരുപാട് ട്രൈബൽ വിഭാഗങ്ങളുണ്ട്. അവിടെ ഒരു 7 റവന്യൂ ഗ്രാമങ്ങൾ ഒഴികെ ഒരു മുഴുവൻ മേഖലകളും ഏതാണ്ട് 2 തദ്ദേശീയരായിട്ടുള്ള സംരക്ഷിതമായിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പുകൾ അവിടെയുണ്ട്. ഒരു ദുർബലമായിട്ടുള്ള ഗോത്ര വിഭാഗമായിട്ടുള്ള ഷോംബൻ എന്ന് പറയുന്ന സമൂഹം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു നാശത്തിനും ഇത്തരം ഒരു പ്രോജക്റ്റ് വഴിവെക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ രാഹുൽ ഗാന്ധി നേരിട്ടെത്തി കണ്ടിട്ടുണ്ട്. ഇത്തരമൊരു പ്രോജക്റ്റ് അവിടെ വന്നാൽ ആ ദ്വീപ സമൂഹത്തിൽ ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ലാത്ത മാറാരോഗങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഈ ട്രൈബൽസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് അവരെ കൂട്ടക്കുരുതിക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. അതുപോലെ വിരമിച്ച ഒരുപാട് സൈനികർ അവിടെ അവർക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. ഇത്തരം ഭൂമികളൊക്കെ അവരിൽ നിന്നും തട്ടിപ്പറിക്കുന്നതിന് തുല്യമാണ് ഈ പ്രോജക്റ്റ് എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. അതുപോലെ നിരവധി സാമൂഹിക പ്രവർത്തകരുമായിട്ടും മറ്റും ഒക്കെ അദ്ദേഹം വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കോൺഫറൻസിലും അദ്ദേഹം നിരവധി കാര്യങ്ങൾ എടുത്തു പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ പവിഴപ്പുറ്റ് സമ്പത്ത് അത് ഈ ഒരു ആൻഡമാൻ നിക്കോബാർ ഐലൻഡിന് ചുറ്റുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖല യുനെസ്കോ വരെ അംഗീകരിച്ച ഒരു സംരക്ഷിത മേഖലയാണ്. അപ്പോൾ ഇതിനെ വരെ മാപ്പിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ട് അത്ര വലിയ ഒരു തിരിമറിയാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി എന്നത്. ഏതാണ്ട് 70,000 കോടി രൂപയിലധികം മുടക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. 30 വർഷം കൊണ്ട് പൂർത്തിയാക്കുക എന്ന പ്രൊജക്റ്റാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഈ ഭാഗത്തുകൂടി കടന്നു പോകുന്ന കപ്പൽച്ചാൽ മലാക്ക കടലിടുക്ക് ആണ്. ഈ മലാക്ക കടലിടുക്കിൻ്റെ ആധിപത്യം എന്നത് ഇപ്പോൾ ചൈനയ്ക്കാണ് എന്നുള്ളതാണ്. ഏതാണ്ട് ഈ ചൈനയുടെ ആധിപത്യം ഇല്ലാതാക്കുക എന്നതുകൂടി ഇന്ത്യയുടെ ലക്ഷ്യമാണ്. കാരണം ഈ മലാക്കയുടെ ഏതാണ്ട് 40 നോട്ടിക്കൽ കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ നിക്കോബാർ ദ്വീപ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തീരം ഉണ്ടായാൽ, പോർട്ട് ഉണ്ടായാൽ, ഒപ്പം വികസന പദ്ധതികൾ ഉണ്ടായാൽ ആധിപത്യം പുലർത്താൻ ഇന്ത്യക്ക് സാധിക്കും. മാത്രമല്ല രാജ്യസുരക്ഷയിൽ ഏറ്റവും നിർണായകമാകുന്ന, തന്ത്രപ്രധാനമാകുന്ന ഒരിടം കൂടിയാണ് നിക്കോബാർ. മറ്റ് പല രാജ്യങ്ങളുടെയും കടന്നുകയറ്റം ഇല്ലാതാക്കുന്നതിനും അവയെ നിരീക്ഷിക്കുന്നതിനുമൊക്കെ ഇവിടെ സാധിക്കും എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. അതേസമയം അതിനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അവിടുത്തെ ഗോത്രവിഭാഗങ്ങളെ ഈ പ്രൊജക്റ്റ് ബാധിക്കും. അവിടുത്തെ വലിയ മത്സ്യസമ്പത്ത്, പവിഴപ്പുറ്റുകൾ, ഒപ്പം
വലിയ നിബിഡമായ വനമേഖലയാണ് ഈ പ്രദേശം എന്നതാണ്. അതിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ്. അതിന് മറുപടി നൽകുന്നത് ഇത് ചൈനീസ് സ്റ്റാറിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്നതാണ്. ഒപ്പം മരങ്ങൾ എന്നത് തെറ്റായ ഒരു ധാരണയുണ്ട്. മരങ്ങൾ വെട്ടി നശിപ്പിച്ചാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അതിനപ്പുറത്ത് ഈ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ അവസരമുണ്ട്. അത് നിന്നുപോകുന്ന ഒരു ജൈവസമ്പത്തല്ല മരങ്ങൾ എന്ന പ്രതിരോധം ഒക്കെയാണ് BJP തീർക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പുതിയ ദൃശ്യങ്ങൾ കൂടി രാഹുൽ ഗാന്ധി പങ്കുവച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.